ഹലോ. ഇന്നെന്നല്ല കുറച്ചൊരു നാളായിട്ട് നമ്മളെ പേടിപ്പെടുത്തണ ന്യൂസുകളും എന്തൊക്കെയാണ് കേൾക്കണം. ഇന്നിപ്പോൾ കേരളത്തിൽ വെട്ടും കുത്തും കൊലപാതകവും ഓരോരോ വീട്ടിൽ കയറി വെട്ടിയങ്ങാട് സഹോദരങ്ങളെയാണ്, അമ്മയാണ്. ഇവന്മാർക്കൊക്കെ ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞ് അടുത്ത് നിൽക്കണത് അമ്മയാണ്, പെങ്ങളാണ്, എന്താണെന്നൊന്നും ഒരു ബോധമില്ലാതെ എല്ലാത്തിനെയും ഈ വെട്ടും കൊലയും കൊലപാതകവും. അതേപോലെ ഡെയിലി ഈ മയക്കുമരുന്ന് പിടിക്കണം, അത് പിടിക്കണം, എല്ലാം ഈ പെണ്ണുങ്ങളെയും ആണുങ്ങളും പ്രായമായവരൊക്കെ ഇതിനായിട്ട് നടക്കണേന്. ഈ മയക്കുമരുന്ന് കച്ചവടവും ഇത് എല്ലാമായിട്ട് ഇത് ഡെയിലി ഇത് കൂടുക എന്നല്ലാണ്ട് കുറയണില്ല. എല്ലാ ദിവസവും എന്ന് പറയണ പോലെ എത്ര എണ്ണത്തിനാണ് പിടിക്കണത്. ആ മനുഷ്യൻ്റെ വർത്താനം കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എക്സാം എഴുതി അത് മോഡൽ എക്സാമിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നെന്ന് പറയണേ. 90% എബവ് മാർക്കുണ്ടായ കൊച്ചാണ്. ആ കൊച്ചിൻ്റെ വിധി എന്താണ്? ഒരു ചെറിയൊരു കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പം കുഞ്ഞില്ലാണ്ടായേക്കണത്. പിന്നെ അത് പാതകം ചെയ്ത് ആ കൊച്ചിനെ ഉപദ്രവിച്ചവന്മാർ പോയി എക്സാം എഴുതി എല്ലാ പ്രൊട്ടക്ഷനോടും കൂടി. ഇതൊക്കെ മാതാപിതാക്കൾ ഇത് കണ്ട് ഇതെങ്ങനെ വിഷമിക്കുക അല്ലാണ്ട് എന്താ ചെയ്യുക? ഇതിനൊക്കെ എന്താ പ്രതിവിധി ഇതിനൊക്കെ? പിന്നെ ആ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ കുഞ്ഞിനെ അതും ഇതേപോലെ റാഗിങ് എന്നും പറഞ്ഞ് ഇപ്പം ഈ അടുത്ത് ഒരു കുഞ്ഞിൻ്റെ ശരീരം മൊത്തം കീറി. അതേപോലെ ആ ഷഹബാസിൻ്റെ അമ്മ എഴുന്നേറ്റിട്ട് പോലുമില്ല. അപ്പൻ ഓരോ വാക്ക് പറയുമ്പോഴും ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തന്നെയാണ്. അപ്പം ഞാൻ ഇത് എങ്ങനെ നമുക്ക് കിടന്നിട്ട് ആ കുഞ്ഞിൻ്റെ മുഖം തന്നെയാണ്. ആ കൊച്ചിനെ കൂടി പഠിച്ച കൂട്ടുകാരൻ അവൻ്റെ കരച്ചിൽ എന്തായിരുന്നു? അതേപോലെ ഈ കുഞ്ഞു മക്കൾ കഴിക്കണ ചോക്ലേറ്റ്, ആ ചോക്ലേറ്റിൽ വരെ എന്തോ മായം ചേർന്നാണ് ഇപ്പോൾ വന്നേന്ന് പറയണത്. ഇത് ഈ പറയണ പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ ഇതെന്താണ് കഴിക്കണേന്നാ എന്താണെന്ന്? ആരെങ്കിലും ഒരു ചോക്ലേറ്റ് കൊടുത്താൽ കഴിക്കാത്ത ഏത് പിള്ളേരുണ്ട്? അതേപോലെ ഓരോരുത്തരും ഈ സാധാരണക്കാരായ മനുഷ്യർ ഇതെങ്ങനെ അവർക്ക് നീതി കിട്ടും? ഈ ഷഹബാസിൻ്റെ ആണെങ്കിലും അങ്ങനെ പല കുടുംബങ്ങളുണ്ട് ഇതേപോലെ ഇങ്ങനെ നീതി കിട്ടാതെ. ഇനിയെങ്കിലും ഈ ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് കണ്ണു തുറന്ന് ഇതിന് പെട്ടെന്ന് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനുള്ള ശിക്ഷ നടപ്പാക്കുക. അപ്പോൾ ഇനിയും ചെയ്യാനുള്ള ആളുകൾക്ക് ഇനിയും ഇതേപോലെ കുറ്റം ചെയ്യാനോ ഞങ്ങൾക്ക് ഇതേപോലെ ശിക്ഷ കിട്ടും എന്നുള്ള ഒരു പേടി വേണം. ആ ഒരു പേടി ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്കിതൊക്കെ കുറക്കാൻ അതേ ഒരു പ്രതിവിധിയുള്ളൂ. കാരണം അതിനുള്ള ശിക്ഷ കൊടുക്കണമെങ്കിൽ ഇനിയും തെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേടി ഉണ്ടാവും. അത് കേൾക്കുന്ന ആൾക്കാരും കാണുന്നവർക്കാണെങ്കിലും ഞങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ശിക്ഷ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവുള്ളൂ ഇതിന്. അതാണ് നല്ലത് ഞാൻ നോക്കിയിട്ട്. അല്ലാതെ കൊണ്ട് ശിക്ഷിച്ച് കുറേ ജാമ്യത്തിൽ ഇറങ്ങി കുറേ നാൾ കൊണ്ട് ആ ജയിലിലിട്ട് തിന്ന് എന്നിട്ട് പിന്നെ ഇറങ്ങും ഇതിനായിട്ട് തന്നെ. ഇതിനിറങ്ങിയ അവന്മാർ ഇതിൽ തന്നെ നിൽക്കുള്ളൂ. ആരോടാണ്? പോലീസുകാരോടൊക്കെ സംസാരിക്കുന്ന രീതി കാണണം. ഈ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കാണണേന്ന് ഒരുത്തന്നെ പോലീസുകാരനെ പിടിച്ച് അടിക്കണ്. അവരൊക്കെ വെറുതെ നിസ്സാരമായിട്ട് നിൽക്കണേന് ഈ വെളിവില്ലാത്തവനോടൊക്കെ എന്തെന്ന് പറയാനായിട്ടാണ്? ഇങ്ങനെയെങ്കിലും ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. താങ്ക് യു.